തിരുവനന്തപുരം വെമ്പായത്തെ ബാറിൽ രാത്രി സംഘർഷമുണ്ടാക്കിയത് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചവർ തന്നെയെന്ന് പോലീസ്. ഇതിൽ ഒരാളാണ് പെട്രോൾ വാങ്ങി വന്ന് തീയിട്ടത്. പൊള്ളലേറ്റ 6 പേർ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 9 മണിക്കാണ് വെമ്പായം MC റോഡിന് സമീപം വെമ്പായം ഹോട്ടൽ ആൻഡ് റെസിഡൻസിയിൽ സംഘർഷമുണ്ടാകുന്നത്. സംഘർഷത്തിൽ 6 പേർക്ക് പൊള്ളലേറ്റിരുന്നു. നവാസ്, ശ്യാം, റിയാസ്, അരുൺ, അനീഷ്, നൌഫൽ എന്നിവരാണ് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. പൊള്ളലേറ്റവരിൽ അനീഷിന്റെയും നവാസിന്റെയും നില ഗുരുതരമാണ്. ഇവർ രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ബാറിലെ AC ഹാളിൽ സംഭവ സമയം 30ഓളം പേർ ഉണ്ടായിരുന്നു. 8ഓളം പേർ മദ്യപിച്ചിരുന്ന സംഘത്തിലേക്ക് അനീഷ് എത്തുകയായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയും കുറച്ചു കഴിഞ്ഞ് അനീഷ് ഇവരുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും ചെറിയ സംഘർഷത്തിൽ അത് പോയി കലാശിക്കുകയും ചെയ്തു. തുടർന്ന് അനീഷ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. പുറത്തുപോയ അനീഷ് അരമണിക്കൂറിന് ശേഷം കന്നാസിൽ പെട്രോളുമായി ബാറിലേക്ക് എത്തുകയും ഇവർ തമ്മിൽ പിടിവലി നടക്കുകയും ചെയ്തു. അതിനിടയിൽ പെട്രോൾ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു. പെട്രോൾ ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കത്തിക്കുന്നതിനിടയിൽ അനീഷിന്റെ പുറത്തേക്കും തീ പടരുകയായിരുന്നു. ബാറിലേക്ക് പെട്രോളുമായി എത്തുന്ന അനീഷ് 3 വട്ടം നിലത്ത് വീഴുന്നതും CCTVയിൽ വ്യക്തമാണ്. വെമ്പായത്തിന് സമീപത്തായി 2 പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ എവിടെ നിന്നെങ്കിലുമാകാം പെട്രോൾ വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു. തീ പടർന്നതോടെ ബാറിലുണ്ടായിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്കോടിയതിനാൽ വലിയ അപകടം തന്നെ ഒഴിവായി. AC ബാറിനകത്തുണ്ടായിരുന്ന മേശ, കസേര, AC, ഫാൻ എല്ലാം തന്നെ പൂർണ്ണമായി കത്തിനശിച്ചു. വെഞ്ഞാറമൂട് നിന്നും 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. തിരുവനന്തപുരം റൂറൽ SP പ്രശാന്തൻ കാണി, ആറ്റിങ്ങൽ DYSP, ആറോളം സ്റ്റേഷനിലെ SHOമാർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.